ഗ്ലാസിന്റെ അപ്പുറത്ത് ഫ്രിഡ്ജ് ആണെന്ന് ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അതെ ഫ്രിഡ്ജാണ്. നമ്മളിതുവരെ കണ്ടല്ലോ ഇങ്ങനെ ഫ്രിഡ്ജ്. ഇത് ഒരു സാംസങ്ങിന്റെ ഒരു ഐറ്റം ആണ്. കുറച്ച് ലേറ്റസ്റ്റ് ടെക്നോളജി ആണ്. ഇതിന്റെ അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിന്റെ സെറ്റിംഗ്സ് ഉള്ളിലിരിക്കുന്നത് നമ്മൾ പുറമേ തന്നെ കാണാൻ പറ്റും. ഇതിനൊരു ക്യാമറ ഒക്കെ ഉണ്ട് അകത്ത്. കുറച്ച് സെറ്റപ്പ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ അറിയില്ല. ആക്ച്വലി കാണാൻ പറ്റുന്നത്, പക്ഷെ സാറിന് അത് കാണിച്ചു തരുന്നത് എങ്ങനെയാണെന്ന് വലിയ വശമില്ല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ കാണാൻ പറ്റും. നമ്മൾ ഫേസ്ബുക്ക് ഉണ്ടോ? എല്ലാം ഉണ്ട്. ടി വി ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഫ്രിഡ്ജിൽ ഇരുന്നതിന് നമുക്ക് ഫേസ്ബുക്ക് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. എല്ലാം ഉണ്ട്. അത് കൊള്ളാലോ. അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എക്സ്പയറി ഡേറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എപ്പോ എക്സ്പയറി ആവും അപ്പൊ നമുക്ക് അത് മാറ്റാൻ പറ്റും. മിച്ചർ മച്ചാർ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അല്ലേ? ഇതല്ല പച്ചക്കറി വെച്ചിട്ടുണ്ട്. സാർ കിച്ചണിലേക്ക് കടന്നു പോകുമ്പോഴും നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് അവിടെ ഗ്രൗണ്ടിലും കണ്ടു ഈ ഹയ്യ എന്ന് പറയുന്ന ഒരു ബോർഡ്. ആക്ച്വലി ഹയ്യ എന്താ സാർ സംഭവം? ഹയ്യ വീടിന്റെ പേര് തന്നെയാണ്. ഹയ്യ എന്ന് പറയുന്നത് ഒരു വെൽക്കം എന്നാണ് അതിന്റെ ഒരു അർത്ഥം. യെസ്, ഹയ്യ അജ്മി അറബിക് വേർഡ് ആണ്. അത് വർക്കിംഗ് കിച്ചൺ ആണ്. ഇവിടെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അല്ല, ഇത് ഉണ്ട്, ആവശ്യമുണ്ട് യൂസ് ചെയ്യാം. നല്ല റെഗുലർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കിച്ചൺ ആണല്ലോ. അതെ, ഇവിടെയും ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം നല്ലൊരു ആംബിയൻസ് ഉണ്ടല്ലോ. നടന്ന് നമ്മളെ കാല് കഴിക്കും ഈ ഫുള്ള് വീട് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഗ്ലാസ് ഉണ്ട് സെറ്റ് ചെയ്ത്. നമുക്ക് അത്യാവശ്യത്തിന് സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗ്ലാസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച്, പ്രത്യേകിച്ച് ഞങ്ങൾ പറയുന്നില്ല എന്താണ്, എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് സൊറ പറഞ്ഞിരിക്കാം. ഇതൊക്കെ ഒറിജിനൽ ആണ് ഈ മണി പ്ലാന്റ്സ്. അതെ, ഇത് ഒറിജിനൽ ആണ്. അത് ഈ ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ എന്താ ചെയ്യാൻ മണി പ്ലാന്റ് വളരാൻ വേണ്ടിട്ട് പുറത്തോണ്ട് വെക്കേണ്ടി വരും. ആണല്ലേ? ഇപ്പൊ ഇവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ആക്ച്വലി സമയം കിട്ടാറുണ്ടോ? ആൻഡ് പിന്നെ ഈ പറയുന്ന പോലെ ഈ ഡൈനിങ് ഏരിയയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനം ഇവിടുത്തെ വാഷിംഗ് ബേസിൻ ആണ്. ഇതൊരു ഉരുളിയെ പോലെ തന്നെ വെച്ചേക്കുന്നതാണത്. നൈസ്. ഇതൊക്കെ സാറിന്റെ ഐഡിയ ആണോ? അടിപൊളി അടിപൊളി അടിപൊളി. വേണം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കാണിച്ചു കൊടുക്കാം. മേലോട്ട് വെക്കണം. ആണോ? നമ്മളുടെ വീട്ടിലൊക്കെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്താക്കുന്നത് ചിലപ്പോ ഒരു പാത്രത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെക്കും, 2-3 ഗ്ലാസ് വെക്കും, ഒരു മഗ് വെക്കും, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സാർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും ഇവിടുന്ന് കഴിക്കാൻ പറ്റും. ആ രീതിയിൽ സാർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഏതാണ്ട് 1 2 3 4 5 10 സീറ്റ് ടേബിൾ ആണ് ഇവിടെ ഉള്ളത്. വേണമെങ്കിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ സെറ്റ് ചെയ്യാം അല്ലേ സാർ? ഓ നൈസ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിലേക്ക് നിങ്ങൾക്ക് കടന്നിട്ടുണ്ടല്ലോ സാർ. ഇവിടെ ഈ പറഞ്ഞ കർട്ടൻസ് ഒക്കെ നമ്മൾ റിമോട്ടിലല്ലേ? എല്ലാം റിമോട്ടാണ്. അയ്യോ, ഒരു സാധനം കാണിച്ചു തരാൻ മറന്നു കേട്ടോ. ആൻഡ് സാർ ഇത് ഇവിടെ ഒരു ആഭരണ പെട്ടിയുണ്ട്. ആരുടെ ആഭരണ പെട്ടിയാണ്? ഗിഫ്റ്റ് കിട്ടിയതാ യൂസഫ് അലി. ആണോ? ഗിഫ്റ്റ് ആണ്. യൂസഫ് അലി സാർ ഗിഫ്റ്റ് ചെയ്ത പെട്ടിയാണെന്നാണ് പറയുന്നത്. തുറന്ന ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഇതിനകത്ത് പക്ഷെ എന്തെങ്കിലും ഉണ്ട്.